ഈശോയ്ക്കും അമ്മ മാതാവിനും 1000 നന്ദി. എൻ്റെ പേര് ജ്യോതിലക്ഷ്മി. ഇതെൻ്റെ അനിയത്തി ജയലക്ഷ്മി. ഞാൻ ആലപ്പുഴയിൽ നിന്ന് വരുന്നു. ഞാൻ 2022 ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. ഉടമ്പടി എടുക്കാനുള്ള സാഹചര്യം എന്ന് പറഞ്ഞാൽ എനിക്കൊരു വീടില്ലായിരുന്നു. ഞാൻ വാടകയ്ക്കാണ് താമസിക്കുന്നത്. 4-5 വർഷമായിട്ട് വാടകയ്ക്കാണ്. അപ്പോൾ ഒരുപാട് ദുഃഖങ്ങൾ അതിൽ അനുഭവിച്ചിട്ടുണ്ട്. വാടകയ്ക്ക് നടക്കുന്നവർക്കേ അറിയുള്ളൂ അതിൽ ബുദ്ധിമുട്ടുകൾ. ഞാൻ ഒരുപാട് വേദനിച്ചിട്ടുണ്ട്. അതിനുശേഷമാണ് 2-3 വീട് മാറിയതിന് ശേഷം 4മതൊരു വീട്ടിൽ താമസിച്ചുകൊണ്ടിരുന്ന 1 വർഷം കഴിഞ്ഞപ്പോഴാണ് ഹൗസ് ഓണർ പെട്ടെന്ന് വന്ന് പറഞ്ഞു, രാവിലെ വന്ന് പറഞ്ഞു, പെട്ടെന്ന് വീട് മാറിക്കൊടുക്കണം, അവർക്ക് പുതുക്കി പണിയണം എന്ന് പറഞ്ഞു. ഞങ്ങൾ എങ്ങോട്ട് പോകണമെന്നറിയില്ല. ഒരുപാട് വീട് അന്വേഷിച്ച് കിട്ടിയില്ല. അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിലാണ് ഞങ്ങളുടെ തൊട്ടപ്പുറത്തെ വീട് പുള്ളി കൊടുക്കാൻ പോകുന്നെന്ന് പറഞ്ഞു. ആദ്യം ഞാൻ പറഞ്ഞു വേണ്ട. അതിനുശേഷം ഹസ്ബൻഡും അതുപോലെ എൻ്റെ അമ്മയും പറഞ്ഞ അടിസ്ഥാനത്തിൽ ചെന്ന് നോക്കി, കുഴപ്പമില്ല, മാതാവ് തന്നതായിരിക്കുമെന്ന് കരുതി ഞങ്ങളതിന് വാക്ക് പറഞ്ഞു. അതിലും ഒരുപാട് തടസ്സങ്ങളുണ്ടായിരുന്നു. ഞങ്ങൾക്ക് അതെടുക്കാൻ പറ്റില്ലെന്ന് വിചാരിച്ച സാഹചര്യമുണ്ട്. അതിനുശേഷം പൈസ മാതാവായിട്ട് തന്നെ ഞങ്ങൾക്ക് ഓരോ കാരണങ്ങളിലൂടെയും സ്വർണം വിൽക്കാൻ പോയ സന്ദർഭത്തിലൂടെയാണേലും മാതാവ് പൈസ തന്ന് അനുഗ്രഹിച്ചു. ഞങ്ങൾക്ക് 6 മാസം കൊണ്ട് ആ ഭവനം ഞങ്ങൾക്ക് സ്വന്തമാക്കാനൊത്തു. 15 സെൻറ്റ് സ്ഥലവും ഒരു വീടും എൻ്റെ അമ്മ മാതാവ് എനിക്ക് തന്നു. അതിനുശേഷം അതിൻ്റെ ബാക്കി അറ്റകുറ്റപ്പണികളാണേലും കാരണങ്ങളാണേലും മാതാവിൻ്റെ കൃപ കൊണ്ട് നടന്നു. പിന്നീട് ഞങ്ങൾ 1 മാസം കൊണ്ട് അവിടെ പ്രവാസത്തിൽ നടത്തി. ആ സന്ദർഭത്തിൽ പോലും ഞാൻ എൻ്റെ മാതാവിനെ ഞാൻ വിട്ടില്ല. മാതാവിൻ്റെ രൂപം ഇവിടുന്ന് ഞാൻ മേടിച്ചുകൊണ്ട് പോയി. ഞങ്ങൾ താമസിച്ച വാടക വീട്ടിൽ നിന്ന് തന്നെ ഞങ്ങൾ മെഴുകുതിരി കത്തിച്ച് തലേന്ന് മാതാവിന് പ്രാർത്ഥിച്ച് ആ വീടിന് വലം വെച്ച് അകത്തുകൊണ്ട് വെച്ച് പ്രാർത്ഥിച്ചതിന് ശേഷമാണ് ഞങ്ങളവിടെ ഗൃഹപ്രവേശനം നടത്തിയത്. അതിനാൽ തന്നെ എൻ്റെ അമ്മ മാതാവ് തന്ന വീടായതിനാൽ എൻ്റെ അമ്മ മാതാവാണ് അതിന് അവകാശി. അതിനാൽ ഞാൻ ആ വീടിന് കൃപാനിധി എന്ന് പേരിട്ട്, അതിനുശേഷം അതെൻ്റെ അമ്മ മാതാവിൻ്റെ വീടാണെന്നാണ് ഞാൻ ഇപ്പോഴും സങ്കല്പിക്കുന്നത്. കാരണം ഞങ്ങളവിടെ താമസിക്കുന്നതേ ഉള്ളൂ. എന്ത് ബുദ്ധിമുട്ട് വരുമ്പോഴാണേലും ഈ വീട് മേടിക്കുമ്പോഴും കുറേ തടസ്സങ്ങൾ വന്നപ്പോഴും എൻ്റെ അമ്മ മാതാവിൻ്റെ ഉപ്പാണ് ഞങ്ങൾക്ക് ധൈര്യം തന്നതും അതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് വന്നതും. പിന്നീട് ഞങ്ങൾക്കൊരു സ്ഥലം വിൽക്കാനുണ്ടായിരുന്നു. കുറേ വർഷമായിട്ട് അത് വിൽക്കാൻ പറ്റാതെ കിടക്കുമായിരുന്നു. അതിനുശേഷം അമ്മ മാതാവിൻ്റെ കാശ് രൂപ ഉപ്പും അവിടെ കൊണ്ടിട്ടതിന് ശേഷമാണ് അത് കച്ചവടമായത്. പിന്നീട് ഞങ്ങൾക്ക് ലോൺ അനുവദിക്കുന്നത്, ലോൺ എവിടെ ചെന്നാലും ലോൺ കിട്ടാത്തൊരവസ്ഥയുണ്ടായിരുന്നു. പേപ്പർ ശരിയാകത്തില്ല, പേപ്പർ ശരിയായി കഴിഞ്ഞാൽ വേറെ പല പേപ്പർ കൊണ്ടുചെല്ലാൻ പറയും. അതിനുശേഷം ഏറ്റവും ലാസ്റ്റ് ഒരു പേപ്പർ ഞങ്ങൾക്ക് മിസ്സിങ് ആയ സന്ദർഭത്തിൽ പോലും മാതാവ് അത് ഞങ്ങൾക്ക് തന്ന് അനുഗ്രഹിച്ച് ആ ലോൺ സാങ്ഷനാക്കി 7 ലക്ഷം രൂപ എൻ്റെ മാതാവ് എനിക്ക് തന്നു. അതിനുശേഷം എൻ്റെ അച്ഛന് ഓഹരി കൊടുത്തെങ്കിലും കുറേ വർഷങ്ങളായിട്ട് ഞങ്ങൾക്ക് അവിടെ വഴിയില്ല. ജസ്റ്റ് ഒരു വഴി കൂടി പോകും, ഒരു ബൈക്ക് കയറുന്ന വഴി കൂടി പോകുമെന്നല്ലാതെ കണ്ട് ഞങ്ങൾക്ക് വഴി തന്നില്ല. അതിനുശേഷം ഞങ്ങൾ ഒരുപാട് ദുരന്തം അതിൽ അനുഭവിച്ച്, തല്ലായി, വഴക്കായി, കേസായി, ബഹളമായി, ഒരുപാട് ത്യാഗം സഹിച്ച് ആ വീട് വിട്ട് ഇറങ്ങേണ്ടി വന്നു. ഞങ്ങൾ ആ വീട് വെച്ചിട്ട് പോലും അതിലൊന്നും താമസിച്ചിട്ട് പോലും ഇല്ല സ്വസ്ഥവും സമാധാനമായിട്ട്. അതിനുശേഷം അവിടെ നിന്ന് പോകുന്നതിന് ശേഷം എല്ലാവരും പറഞ്ഞ് വഴി കിട്ടത്തില്ല. കാരണം ഞങ്ങളുടെ ബന്ധു തന്നെയാണ് വഴി തരാത്തത്. പുള്ളി ആ സ്ഥലം മറ്റൊരാൾക്ക് വിൽക്കുകയും ചെയ്ത്. പിന്നെ ഇനി ഒരു ഓപ്ഷനും ഇല്ല. എല്ലാവരും പറഞ്ഞ് ആ മേടിച്ച ആൾക്ക് തന്നെ തുച്ഛമായ വിലക്ക് കൊടുത്തിട്ട് പോകാൻ പറഞ്ഞു. കാരണം 8.5 സെൻറ്റ് സ്ഥലമുണ്ട്, ഒരു വീടുമുണ്ട്. പലരും വന്ന് ചോദിച്ചു 8 ലക്ഷം രൂപ തരാം, 9 ലക്ഷം രൂപ തരാം. അപ്പോഴൊക്കെ ഞാൻ പറഞ്ഞില്ല. അച്ഛനോടും പറഞ്ഞ് കൊടുക്കണ്ട, വേറൊന്നുമല്ല, മാതാവ് ഇടപെടും. കാരണം ഇവിടെ ജോസഫ് അച്ഛൻ്റെ ഒരു ഇതിൽ ഞാൻ കേട്ടിട്ടുണ്ട്, കാരണം നമുക്കത് കിട്ടിയില്ലെങ്കിൽ അതിനേലും വലുത് മാതാവ് നമുക്ക് എവിടെയോ കരുതി വെച്ചിട്ടുണ്ടെന്നാണ്. ഞാനത് വിശ്വസിച്ച് ഞാൻ അച്ഛനെ കൊണ്ട് വിപ്പിച്ചില്ല. 4 വർഷം അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങൾ വല്ലാത്ത രീതിയിൽ ബുദ്ധിമുട്ട്. ഈ അച്ഛൻ അവിടെയും ഞങ്ങൾ വേറൊരു വീട്ടിൽ വാടകയ്ക്കുമായിട്ട് താമസിച്ചു. അതിനുശേഷം ആ മേടിച്ച ആൾ തന്നെ ഞങ്ങളോട് വന്ന്, എൻ്റെ അച്ഛനോട് വന്ന് പറഞ്ഞു, ഇന്ന പോലെ സ്ഥലം കൊടുക്കുവാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പം എന്തോ ആണോ പൈസ ഉള്ളത് വഴിയായിട്ട് തരാം, പുറകിൽ നിങ്ങൾക്ക് ആ സ്ഥലം അങ്ങ് തരാമെന്ന് പറഞ്ഞു. എങ്കിലും മാതാവ് കൊണ്ടുവന്നതായ കാരണം ഞങ്ങൾ പെട്ടെന്ന് തന്നെ കാരണങ്ങൾ നീക്കി ലോൺ സാങ്ഷനാക്കി. പെട്ടെന്ന് ലോൺ ശരിയായി. ഞങ്ങൾ ആ സ്ഥലം എടുത്ത് പ്രമാണം കഴിഞ്ഞു. ഇപ്പം ഡിസംബറിൽ പ്രമാണം നടന്നു. ഏറ്റവും കൂടുതൽ 2 ആഗ്രഹമായിരുന്നു. എനിക്കൊരു വീടും ഞങ്ങളുടെ വീട്ടിലേക്കുള്ള വഴിയും. അത് ഈ ഞങ്ങൾ ജപമാല റാലിക്ക് വരുമായിരുന്നു.
ഇത്തവണത്തെ ജപമാല റാലി വരുമ്പോൾ എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതിന് മുമ്പേ റാലിക്ക് വരാൻ നേരത്തെ എൻ്റെ അമ്മ മാതാവ് എനിക്ക് എൻ്റെ സ്വന്തം ഭവനത്തിൽ നിന്നും എൻ്റെ വീട്ടുകാർക്ക് ആ വഴിയും നീ കൊടുത്ത് അനുഗ്രഹിക്കണേ എന്ന് പറഞ്ഞു. മാതാവ് അത് സാധിച്ചു തന്നു. അതുപോലെ തന്നെ അത് കോടാനുകോടി നന്ദിയുണ്ട് മാതാവിന്. അതുപോലെ ഞാൻ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുന്നതെന്ന് വെച്ചാൽ പത്രങ്ങൾ വിതരണം ചെയ്യാറുണ്ട് ആശുപത്രികളിൽ, അതുപോലെ കുരിശടികളിൽ. എന്നെ കഴിയാവുന്ന രീതിക്ക് ഞാൻ മറ്റുള്ളവർക്ക് പൈസ എന്നെ കൊണ്ട് കഴിയാവുന്ന വിധത്തിൽ ഞാൻ കൊടുക്കാറുണ്ട്. അതിന് എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന എൻ്റെ ഹസ്ബൻഡാണ്. പുള്ളിയും പത്രങ്ങൾ കൊണ്ട് നടന്ന് വർക്കിന് പോകുമ്പോഴാണേലും ഓരോ സ്ഥലങ്ങളിൽ കൊടുക്കുകയും പ്രാർത്ഥിക്കണം, കൃപാസനത്ത് പോകണമെന്ന് പറയുകയൊക്കെ ചെയ്യാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഞാൻ ബൈബിള് പരമാവധി വായിക്കാൻ ശ്രമിക്കാറുണ്ട്. അതുപോലെ തന്നെ കൊന്ത ചൊല്ലും. അങ്ങനെ മാതാവ് തന്ന നന്ദി, ഒരുപാട് നന്ദിയുണ്ട് മാതാവിന്. എത്ര നന്ദി പറഞ്ഞാലും തീരത്തില്ല. അതുപോലെ പല പല കാരണങ്ങളിലും മാതാവ് ഇടപെടുന്നുണ്ട്. കോടാനുകൂടി നന്ദി. കർത്താവിനെ കാത്തിരിക്കുവിൻ, അവിടുത്തെ മാർഗത്തിൽ ചരിക്കുക. ഭൂമി അവകാശമായത് അവിടുന്ന് നിന്നെ ആദരിക്കും. ഭൂമി അവകാശമായി തന്ന് അവിടുന്ന് നിന്നെ ആദരിക്കുമെന്നാണ് സങ്കീർത്തനം 37-34 വചനം പറയുന്നത്. ജ്യോതിലക്ഷ്മി എന്ന മകളുടെ സാക്ഷ്യവും അതുതന്നെയാണ്. കർത്താവിനെ കാത്തിരിക്കുവിൻ. വിശ്വാസത്തോടെയുള്ള കാത്തിരിപ്പാണ്, ക്ഷമയോടെയുള്ള കാത്തിരിപ്പാണ്. ഈ മകള് ഉടമ്പടി എടുത്തതിന് ശേഷമാണ് 4 വർഷമായി വാടകയ്ക്ക് താമസിച്ചിരുന്നു. ദൈവിക പദ്ധതിയിൽ ഉറച്ച വിശ്വാസത്തോടെയാണ് ഉടമ്പടി ജീവിതം നയിച്ചത്. ഈ മകളുടെ ഈ 4 വർഷത്തെ വാടകയ്ക്കുള്ള താമസത്തിന് ശേഷമാണ് പെട്ടെന്ന് തന്നെ ഉടമ്പടി എടുത്തതിന് ശേഷം 15 സെൻറ്റ് സ്ഥലവും ഒരു നല്ലൊരു വീട് നിർമ്മിക്കുവാനായിട്ട് സാധിച്ചത്. ഈ മകൾ പറഞ്ഞ പ്രകാരം ഇത് മാതാവിൻ്റെ ഒരു ഗിഫ്റ്റാണ്. ഉടമ്പടി എടുത്തതിന് ഉടനടി പരിഹാരം എന്ന് പറയുന്ന പോലെ അമ്മ മാതാവാണ് അതിന് അവകാശി എന്നാണ്. കാരണം ഇവരുടെ കയ്യിൽ സാമ്പത്തികമായിട്ട് വളരെ ബുദ്ധിമുട്ടിയ ഒരു സമയമായിരുന്നു. കയ്യിലൊന്നുമില്ലാതെ ദൈവത്തിൽ മാത്രം ആശ്രയിച്ച് ആ കർത്താവിനായിട്ട് കാത്തിരുന്ന് പ്രാർത്ഥിച്ച് വിശ്വാസത്തോടെ ഈ മക്കൾ കാത്തിരുന്ന് ഒരു കുടുംബം മുഴുവനായിട്ടാണ് പ്രാർത്ഥിച്ചത്. ഹസ്ബൻഡും വൈഫും മക്കളും എല്ലാവരും ചേർന്നാണ് പ്രാർത്ഥിച്ചത്. അതിൻ്റെ ഫലമായിട്ടാണ് കൃപാനിധി എന്ന ഒരു ഫാമിലി, ഒരു ഭവനം നിർമ്മിക്കുവാൻ സാധിച്ചത്. ഇത് ഈശോയുടെയും അമ്മയുടെയും ഒരു വലിയൊരു അനുഗ്രഹമായിട്ടാണ് ഈ മക്കൾ കരുതുന്നത്. പിന്നീടുണ്ടായിരുന്ന ഒരു സ്ഥലം വിൽപ്പനയായിരുന്നു. അതും പരിശുദ്ധ അമ്മയുടെ കാശുരൂപമിട്ട് ഉടമ്പടി ഉപ്പും ഇട്ട് പ്രാർത്ഥിച്ചതിന് ശേഷമാണ് ആ സ്ഥലവും വിൽക്കാൻ സാധിച്ചത്. ഇതെല്ലാം വർഷങ്ങളായിട്ടുള്ള പ്രശ്നങ്ങളായിരുന്നു. വഴിക്കുവഴിയായിട്ടുള്ള പിന്നെ ഉണ്ടായിരുന്ന പ്രശ്നം, ഓഹരിയായിട്ട് ലഭിച്ച ഒരു സ്ഥലത്തിനായിരുന്നു, വഴിയില്ലായിരുന്നു. അതിനുവേണ്ടി ഒത്തിരി പ്രശ്നങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ തരണം ചെയ്യേണ്ടി വന്നു. പക്ഷെങ്കിൽ ഉടമ്പടി എടുത്തതിന് ശേഷം ഇതിനെല്ലാം ഒരു പുത്തൻ വഴിയാണ് ഈശോയും അമ്മയും തുറന്നു കൊടുത്തത്. ദൈവിക പദ്ധതിയിൽ ഉറച്ച വിശ്വാസത്തിൻ്റെ ഫലമായിട്ടാണ് ഈ മക്കളുടെ ജീവിതത്തിൽ ഒരു പുതിയ ഭവനം വയ്ക്കുവാനും സ്ഥലം വിൽക്കുവാനും ലോൺ കിട്ടുവാനും ഒരുപാട് പ്രതിസന്ധികളിൽ തരണം ചെയ്ത് വിശ്വാസത്തോടെ നിലനിൽന്നുകൊണ്ട് മാത്രമാണ് ഈ മക്കളുടെ ജീവിതത്തിൽ ഇത്രയും വലിയ അനുഗ്രഹങ്ങൾ ഈശോയും അമ്മയും കനിഞ്ഞു നൽകിയത്. ജോലി കിട്ടാൻ കാത്തിരിക്കുന്നവർ, രോഗികളായവർ, സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള വിഷമിക്കുന്നവർ, അങ്ങനെ പല അവസ്ഥകളിലുള്ളവരാണ് പരിശുദ്ധമ്മ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ വന്ന് പ്രാർത്ഥിക്കുന്നത്. നമ്മുടെ ഓരോ പ്രാർത്ഥനകളും ഈശോയും അമ്മയെ ശ്രദ്ധിക്കാതിരിക്കുന്നില്ല എന്നുള്ളൊരു വലിയ സാക്ഷ്യമാണ് ഈ മകൾ നമ്മളോട് സാക്ഷ്യപ്പെടുത്തിയത്. കർത്താവിനെ കാത്തിരിക്കുന്നവർ അവർക്ക് അവകാശമായത് ദൈവം തരുമെന്നുള്ള പൂർണ്ണ വിശ്വാസമാണ് നാം ഇവിടെ കാണുന്നത്. നമ്മുടെ പ്രശ്നങ്ങളിലും ഓടിപ്പോകാതെ കർത്താവിനായി കാത്തിരിക്കാം. ഈശോയുടെ മാർഗം നമുക്കും പിന്തുടരാം. പരിശുദ്ധ അമ്മയാണ് നമ്മെ ആ കാത്തിരിക്കുന്ന ദൈവത്തിൻ്റെ അടുക്കിലേക്ക് കൈപിടിച്ച് കൊണ്ടുപോകുന്നത്. പരിശുദ്ധ അമ്മയുടെ കൂടെ, പരിശുദ്ധ അമ്മയുടെ കരങ്ങൾ പിടിച്ച് ഉടമ്പടി ജീവിതം വിശ്വാസത്തോടെ വിശ്വസ്തയോടെ നയിച്ച് നമുക്കും കർത്താവിൻ്റെ സമയത്തിനായി കാത്തിരിക്കാം. ഈ മക്കൾ പറഞ്ഞ പോലെ പ്രേക്ഷിത പ്രവർത്തനവും ബൈബിളും കൊന്തയും കുടുംബ പ്രാർത്ഥനയും എല്ലാം ഈ കുടുംബം ക്രൈസ്തവരാണെങ്കിൽ പോലും ഇവർ വിശ്വാസത്തോടെയാണ് ഉടമ്പടി നിബന്ധനകളെല്ലാം പാലിച്ച് ഈശോയും അമ്മയും ഇഷ്ടമുള്ള രീതിയിൽ ജീവിച്ച് ദൈവത്തെയും മഹത്വപ്പെടുത്താനായിട്ടാണ് ഇന്നിവർ ഈ ആലയത്തിൽ വന്നിരിക്കുന്നത്. പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായിട്ട് നമ്മുടെ ജീവിതത്തിലും ആ ദൈവത്തിനായി കാത്തിരിക്കാം. നമുക്കും പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി തീരട്ടെ എന്ന് നമുക്കും പ്രാർത്ഥിക്കാം. ജ്യോതിലക്ഷ്മിക്കും കുടുംബത്തിനും ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, ആവേ മരിയ. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം.
ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.